ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്ധുമോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. തൊഴിലുറപ്പ് തുടങ്ങി. തൊഴിലുറപ്പിന് പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന സമയമാണ് കേട്ടോ. ഇനി എന്താ വീഡിയോ എടുക്കുന്നത് ദൈവമേ എന്നൊക്കെ ഓർത്തോണ്ടിരുന്ന് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ കഴിഞ്ഞ ദിവസം അമ്മും കൊച്ചും ഒക്കെ വന്നപ്പോൾ ഞങ്ങളെടുത്ത് കുറേ വീഡിയോസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ക്രമീകരിച്ച് ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. എത്ര കഷ്ടപ്പെട്ടിട്ടും ആർക്കും വീഡിയോ ഒന്നും കാണണ്ട. എന്ന് ചെയ്യാനാ ഇന്നൊക്കെ പിന്നെ നല്ല കാര്യങ്ങളൊക്കെ ഇട്ടിട്ടും 1000 പേര് 2000 പേരൊക്കെ കയറിയിരിക്കുന്നത്. ഞാൻ യൂട്യൂബ് നിർത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എവിടെയോട്ടെങ്കിലും എന്തെങ്കിലും ജോലി തേടി പോകേണ്ട ലക്ഷണം കാണുന്നുണ്ട്. കാരണം എനിക്ക് മാസം 10000 രൂപ വേണം എൻ്റെ 2 സംഘത്തിനോട് ലോൺ അടയണമെങ്കിൽ. അപ്പം നമ്മൾ അതിനുള്ള ഒരു ഇത് കണ്ടെത്തിയെങ്കിലല്ലേ പറ്റത്തുള്ളൂ. പക്ഷേ ചേട്ടനെ തന്നെ ഇട്ടിട്ട് പോകുന്നതിൻ്റെ ഒരു സങ്കടം കൊണ്ട്. അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ഇന്നൊരു ഹൗസ് മെയ്ഡായിട്ട് പോയിട്ട് പോലും കൂടെ 10-30,000 രൂപ കിട്ടും അല്ലേ? അപ്പം എന്നാ ചെയ്തതെന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കണം. അപ്പോഴാണ് നല്ല ഭാഗ്യം മുടക്ക് തൊഴിലുറപ്പുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. ഈ പ്രാവശ്യം 12 പണിയാണ് ഉള്ളത്. അതിനകത്ത് ഒരു പണി എനിക്ക് മെനക്കെടും. കാരണം നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത് കുഞ്ഞുമഞ്ചേട്ടൻ്റെ മോളുടെ കല്യാണമാണ് കേട്ടോ. ശനിയാഴ്ച എൻഗേജ്മെൻറ്റാണ്. ഒത്തുകല്യാണം. അത് നമ്മുടെ ഉപ്പര പള്ളി വെച്ചാണ്. അപ്പം കുഞ്ഞുമഞ്ചേട്ടൻ വന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പോകാതിരിക്കാൻ പറ്റത്തില്ല. അതിന് പോകണം. പിന്നെ ആ ഒരു ദിവസം, ബാക്കിയുള്ള ദിവസമൊക്കെ ദൈവത്തിൻ്റെ കൈകളിലാണ് കേട്ടോ. നമുക്ക് ഇന്ന് ഒരു ദിവസം പോയി പണിയാൻ പറ്റും പറഞ്ഞാൽ എന്നും പണിയാൻ പറ്റുമെന്നൊക്കെ തമ്പുരാൻ്റെ കൈകളിലല്ലേ. അപ്പം അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ വന്നെന്ന് പറഞ്ഞാലും തിരക്കിട്ടൊരു 2 ദിവസമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാനോ നല്ലൊരു എന്താ പറയുന്നത് ഇത് ഫുൾ ടൈം ബിസി ആയിരുന്നു. അതുകൊണ്ട് ഒന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടതാണ് ഞാൻ. പക്ഷെ എനിക്കത് എഡിറ്റ് ചെയ്യാനായിട്ട് ഒരു സമയം കിട്ടിയില്ല. അപ്പോൾ ഞാനവിടുത്തെ എടുത്തതല്ലേ കിങ്ങിണി മോളും അമ്മും പിന്നെ അരിത്രപ്പള്ളി പോയതും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ഇതെല്ലാം കൂടെ നല്ലൊരു വീഡിയോ ആക്കി നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എന്നാ വേറെ വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. കിങ്ങിണിമോക്ക് ഇവിടുന്ന് എന്നിട്ട് പനിയാന്നൊക്കെ പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ചൂടല്ലായിരുന്നോ? ഭയങ്കര ചൂടാണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ആഴ്ച ഒത്തിരി ദിവസമായി കുട്ടാനോട്ടും അമ്മേനെ കണ്ടിട്ടും ഒക്കെ. അപ്പം ഇന്ന് എന്നാണേലും ഒറ്റ കറങ്ങാം, വീട്ടിൽ പോകാം, അമ്മയുടെ അടുത്ത് പോകാം, കുട്ടായുടെ അടുത്ത് പോകാം. കുട്ടായി എനിക്ക് 2 ചെടിയൊക്കെ കരുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു അവിടെ ചെന്നപ്പോൾ ഇന്നാണ് ചെടി ഇത് എനിക്ക് തട്ട് പിടിപ്പിച്ച് വെച്ചേക്കണേന്നൊക്കെ. അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നൊരു കുഞ്ഞി സൂചന കിട്ടിയിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ ഒന്ന് പോകാതൊക്കെ ഓർത്തിരുന്നപ്പോഴത്തേനും അവിടെ തൊഴിലുറപ്പ് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനി 19 ദിവസം കഴിയാണ്ട് ഒരിടത്തോട്ടും പോകാൻ പറ്റില്ല. ഞായറാഴ്ച വേണമെങ്കിൽ പോകാം. അപ്പം അങ്ങനെ അതൊക്കെയാണ് വിശേഷങ്ങൾ. എന്തായാലും നല്ലൊരു വീഡിയോ ആണ്. നിങ്ങൾ ആരും മിസ് ചെയ്യാണ്ട് കണ്ടു കേട്ടോ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുക. എനിക്ക് ജീവിച്ച് മുമ്പോട്ട് പോകണ്ടേ വേണ്ടേ? അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂട്ടത്തിൽ അവരോട് അത് ഇടിച്ചു പൊട്ടിക്കണം കേട്ടോ. അപ്പം ഇതെല്ലാം ചെയ്തിട്ട് ഇന്ന് വീഡിയോ കണ്ടാൽ മതിയേ. അപ്പോൾ വായോ. അപ്പം ഇന്നത്തെ 4 മണി പലഹാരം ഇതാണ് കേട്ടോ. ഇപ്പം ഞാൻ പോയി മേടിച്ചുകൊണ്ട് വന്നോ. നമ്മളങ്ങനെ ബേക്കറി വലിയ മേടിച്ച് വെച്ചേക്കത്തില്ല, കാരണം ഞാൻ തിന്നുന്നില്ലാത്തതുകൊണ്ട്. പിന്നെ ഞാൻ പോയി ഇപ്പം മന്നും കപ്പ് കേക്കും വേറൊരു സാധനങ്ങളും മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ കല്യാണിക്കുട്ടിയും കിങ്ങിണിമോളും അവിടെ പുറത്തൊന്നും തിന്നുന്നുണ്ട്. ഇനി പിള്ളേർക്ക് ചായയും കൂടി ഇട്ടിട്ട് അങ്ങ് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആണോ? അല്ല, ഇതിനകത്ത് നേരത്തെ ഒരു എരിവൊക്കെ ഉള്ള ഒരു മസാല വെച്ച് തരണം ഉണ്ടായിരുന്നു. അത് നല്ലതായിരുന്നു. അത് ഏറ്റുമാനൂരിൽ നിന്നൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഏറ്റുമാനൂർ പണ്ട് ഓർമ്മ. ഏനാ തേങ്ങയോ? തേങ്ങാ പീരയാണോ? മീറ്റ്-റോളോ? എന്നാ അതിന്റെ പേര്? അല്ല, മീറ്റ്-റോൾ അല്ലല്ലോ, കോക്കനട്ട് റോളോ ആണോ? ഇപ്പം ദേ ഉണ്ടാക്കിയോളൂ. നമ്മുടെ ഓർമ്മ അങ്ങനത്തെ ഗുണമുണ്ട്. നമുക്ക് അന്നേരം പോവുക, ചൂടോടെ പിടിക്കുക, കഴിക്കുക. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച് ചേർത്ത് വിട്ട കപ്പ് കേക്ക് സൂപ്പറായിരുന്നു. ഈ പ്രാവശ്യത്തേതിന് ഇച്ചിരി എസൻസ് കൂടിപ്പോയെന്ന് പറയുന്നു. അത് തണുക്കാഞ്ഞിട്ടായിരിക്കും. സമയമായിട്ടില്ല, ഉണ്ടാക്കി വെച്ചത് വന്നു. ഓ, 2 നോക്ക് വന്നു. അതിനകത്ത് വെച്ചോണ്ടിരിക്കുവാണോ വണ്ടിക്കകത്ത്? ഇങ്ങോട്ട് നീക്കി വന്നേ, സൈക്കിൾ ഇങ്ങോട്ട് ഓടിച്ചോണ്ട് വന്നേ. ഓടിച്ചോണ്ട് വാ ചവിട്ടി. ചവിട്ടടി, അത്ത ഇരുന്നിട്ട് കാല് വെച്ച് ചവിട്ടിക്ക്. അങ്ങനെ ചവിട്ടാനല്ല പറഞ്ഞത്. കാലവത്ത പോയി. ഇതിപ്പോ കല്യാണിയുടെ അങ്ങനെ സഹായം വേണം ചവിട്ടണമെങ്കിൽ. അങ്ങനെ ചവിട്ടെ അങ്ങനെ തന്നെ. ചവിട്ടെ.
കുറച്ച് മസിൽ പിടിക്കണം. പഠിച്ചോ കല്യാണി? പഠിച്ചോ? ഇല്ല അത് കുഴപ്പമില്ല, പൊക്കോ. അമ്മ എടുത്തോളാം, അമ്മ എടുത്തോളാം, പൊക്കോ പൊക്കോ. ചവിട്ടിപ്പോ ചവിട്ടിപ്പോ, ഇരുന്ന് പതുക്കെ ചവിട്ട്, മനസ്സിലായില്ലേ? അങ്ങനെ ചവിട്ട്, അങ്ങനെ ചവിട്ടി ചവിട്ടി പോ, പതുക്കെ ചവിട്ടിപ്പോ. അങ്ങനെയാ പഠിക്കുന്നത്, അങ്ങനെയാ പഠിക്കുന്നല്ലേ കല്യാണി? അയ്യോ കല്യാണിക്ക് വരെ ചാടാൻ വന്നുപോയി. ഓ കല്യാണിയുടെ ചേട്ടായിക്ക് പനി കാരണം കയറി വരാനും പറ്റത്തില്ല. പനി കുറഞ്ഞെന്ന് തോന്നുന്നു, എന്നാലും പനിയാ, അതാ അവൻ കയറി വരാത്തെ. ഓ കല്യാണിയുടെ പുത്തമ്പളയാണോടി ഇത്? നല്ല സൂപ്പറാണല്ലോ മോളാ. അങ്ങനെ ചവിട്ടുമല്ല, മിടുക്കി മിടുക്കി മിടുക്കി. ആ ഗുഡ് ഗേൾ. പുറകോട്ടാണോ പോന്നെ? മിടുക്കി മിടുക്കി. ഇങ്ങനെയാ അമ്മ സ്കൂട്ടി പഠിച്ചത്. നിന്റെ അപ്പനെ ഉൾപ്പെടെ പറഞ്ഞാ ഞാൻ പഠിക്കാനത്. നീ ചവിട്ടിക്കോടി എന്റെ പൊന്നമ്മു. അമ്മു ഇന്നോട് നിർത്തിക്കോടിയമ്മു, നിന്റെ അമ്മയോട് പറയടിയമ്മു. പ്രീതിയുടെ കാപ്പിയാലോട്ടൊക്കെ കൊണ്ട് എന്റെ ദൈവമേ, അതല്ല എന്നെ കൂടെ കൊല്ല്. അയ്യോ അതൊരു ഒന്നൊന്നര പഠനമായിരുന്നു. ലാസ്റ്റ് ഞാൻ തന്നെ തുഴഞ്ഞു ഞാൻ പഠിച്ചു. ചെറുതായിട്ട് പിടിച്ച് പിടിച്ച് വരുന്നുണ്ട്. വെള്ളം ഒഴിക്കണം, വെള്ളം ഒഴിക്കുന്നുണ്ട്. കല്യാണി ഒന്ന് ഓടിച്ച് കാണിക്കും. കൊച്ചിങ് മാർക്കേ, കൊച്ചിങ് മാറ. കല്യാണി ചേച്ചി ഓടിച്ച് കാണിക്കും. ഇല്ലേ ചവിട്ടാൻ അറിയത്തില്ല കൊച്ചിന്? പിന്നെ എത്രയും വലിയത് ഇത് കുഞ്ഞിനെ ചവിട്ടാൻ പറ്റുമോ നിനക്ക്? അത് കൊണ്ടുപോയാൽ മതിയായിരുന്നല്ലോ. പിന്നെ നിങ്ങൾ പൂഞ്ചോലൊക്കെ നല്ല സൂപ്പറായിട്ട് ചവിട്ടിയത്. അവിടെ എല്ലാ പിള്ളേർക്ക് സൈക്കിളല്ലേ? പാപ്പു മേടിച്ചാണോ? എന്നാ ഇനി താഴെ ഇടണ്ട, തലയിലെടുത്ത് വെച്ചിടുന്നോ നിന്റെ പാപ്പു മേടിച്ചാണ്? താഴെ വെക്കല്. യോ യോ ഉണ്ട്, അവിടെ ഒരു പാപ്പും ഉണ്ട്. മതിയോ? രണ്ടെണ്ണത്തിനും കേക്ക്. അതീ മേടിച്ചോണ്ടിട്ടൊക്കെ വേണം മുറിച്ച് പറിച്ചൊക്കെ. കൊച്ചിരിക്കേ. ആ സ്ക്രൂ ഡ്രൈവറൊക്കെ പൊങ്ങി, അല്ല സ്ക്രൂ ഒക്കെ പൊങ്ങി വന്നിരിക്കുന്നു. അത് കാലേ വെച്ച് ചവിട്ടിക്ക് കല്യാണി മോളെ, അനശ്വര മോളെ എന്നുണ്ടോ വന്ന്. അത് കാല് വെച്ചേടി, ആ ചവിട്ടുന്ന സാധനത്തെ കാല് വെച്ച്. എന്നിട്ട് ചവിട്ടിക്ക് ചവിട്ടിക്ക്. ചവിട്ട്. കൊച്ചിങ് മാറി കാലേ കൂടെ കയറി പോവും. ചവിട്ട്. കൊച്ചു മാറടി, ഇങ്ങനെ കാലേ കയറും. അങ്ങനെ തന്നെ ചവിട്ട്. മിടുക്കി. അവളും പഠിച്ചതേ ഉള്ളു. പിന്നെ കൊച്ചിനെ പറഞ്ഞ കാര്യമില്ല. മിടുക്കി. കണ്ട കല്യാണി ചേച്ചി ചവിട്ടിക്കൊണ്ടുവന്നേ. ഇച്ചിരി കുറവാ, അതാ. ഇനിയിപ്പൊ ഞാനൊന്ന് കേറട്ടെ. അവളെ ഇറക്കിയ ഇനി ഞാനൊന്ന് കേറട്ടെ. വരുന്നില്ല. എന്ത് സാധനം എടുത്താലും അപ്പൊ തന്നെ കല്യാണിക്കും കൊടുക്കും കേട്ടോ. അത് കല്യാണിക്ക് കൊടുത്തപ്പോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അവള് ചിലപ്പോ കടയിൽ നിന്ന് അവര് വന്ന് കഴിയുമ്പോ എന്നെ മേടിച്ച് കടയിൽ നിന്ന് തന്നെ കൊച്ചു നിന്നിട്ട് വന്നേ. ബോളി കഴിച്ചിട്ട് വന്നു. പിന്നെ ഇവിടെ വന്നിട്ട് 2 കപ്പ് കേക്കും കഴിച്ചില്ലേ? അതിൽ കൂടുതൽ അതിന്റെ വയറ്റി കുഞ്ഞു കൊടുക്കാൻ മാതിരിയല്ലേ. അവള് പിന്നെ എടുത്തോണ്ട് തിന്നുന്നില്ല കേട്ടോ. എനിക്ക് വേണ്ടടി. ജാനിക്കുട്ടി ഒന്ന് തിന്നു കാണിച്ചേ എങ്ങനെയാന്ന്. മറ്റേ പട്ടിക്കുഞ്ഞ് എല്ലും കഷ്ണം കടിച്ച് തിന്നോണം കേട്ടോ ചെയ്തോണ്ട്. കടയിൽ നിന്ന് മേടിച്ച് കൊടുത്ത് തിരിച്ചാ കൊണ്ടുവരുന്നു. തിന്നുന്നുണ്ടോന്ന് വളരാമ്പരന്റെ കയ്യിലല്ലേ? അതെ അതെ അതെ. ഷോ നോക്കി വലിയ ഷോ കാണിക്കുവാണേ. സൈക്കിള് പോലും ചവിട്ടാറില്ല അല്ലേ കല്യാണി? എന്നിട്ട് വലിയ ഷോ കാണിക്കുന്നു.
പക്ഷെ ഈടെ ഒരു ദിവസം കല്യാണി കയറുമെന്ന് പറഞ്ഞായിരുന്നു. കിങ്ങിണി എന്നാ വരുന്നേ, കിങ്ങിണെ കണ്ടിട്ട് കുറെ ദിവസം ആയല്ലോ, നമുക്കൊന്ന് വിളിച്ചാലോ ഹിന്ദുവേ. ഇടയ്ക്കിട്ട് വീഡിയോ കോൾ ചെയ്യും കേട്ടോ ഇവര്. ആര്യനും കല്യാണിയും ഇവിടെ വന്നിട്ട് അമ്മയുടെ അടുത്ത് വന്നിട്ട് വീഡിയോ കോൾ ചെയ്യും. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് സിന്ധുവമ്മയും കൊച്ചുമകളും കൂടെ ഇറങ്ങിട്ട് എന്തൊക്കെയാ മണ്ണിനകത്ത് തിരികെ കയറ്റി വയ്ക്കുന്നുണ്ടല്ലോ. ശംഖുപുഷ്പത്തിന്റെ അരി തന്നെ വിട്ടായിരുന്നു ആ ചങ്ങനാശ്ശേരി ആന്റി, ഇവിടെ ഗുരുവായൂരുണ്ട് ആന്റി. അപ്പം ഞാനിവിടെ കൊണ്ട് നട്ടു വെച്ചാ കഴിഞ്ഞ ദിവസം ആരാണ്ട് തന്നത് 2 ഇവിടെ നട്ടു വെച്ചാൽ അത് അറിയാണ്ടോ. അയ്യോടാ. നോക്കാം ഏതായാലും നീല ശംഖുപുഷ്പോ? നീല ശംഖുപുഷ്പോ അത് ഞങ്ങൾക്കുണ്ട്. ഇന്ന് രാവിലെ ഒരു കൊച്ച് അതിന്റെ ഇതിട്ട് തന്നേക്കുവാണേ. എന്നാന്നറിയോ, അത് വെള്ളം തിളപ്പിച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ഇന്ന് രാവിലെ വെളുപ്പിനെ അത് പുറത്ത് സിന്ധമ്മ ഞാൻ രാത്രി ഉറങ്ങാൻ പോവാ, ഇത് കണ്ടപ്പോ സിന്ധമ്മക്ക് ഇട്ട് തരണമെന്ന് തോന്നിയത്. നല്ല വീടായിട്ട് എടുക്കാല്ലേ. ഇനി പൂണ്ടാട്ടെ പൂണ്ടാട്ടെ. ശംഖുപുഷ്പത്തിന്റെ നല്ലതാണ്. ജാനിക്കുട്ടി എങ്ങിട്ടേക്കാ? പൈപ്പ് കുത്തട്ടെ, ഇച്ചിമ കുത്തട്ടെ, എന്നിട്ടൊക്കെ തുറക്കാൻ പാ. ഡാൻസ് ഡാൻസ്. അമ്മ പറയുന്ന കേട്ടോ ജാനിക്ക് ബുദ്ധിയും ബോധമൊക്കെ വെച്ചിട്ടുണ്ടെന്ന്. ഇതിന്റെ അരി വേറുള്ള സ്ഥലങ്ങളിലൊക്കെ ഇടാൻ മേലായിരുന്നോ അമ്മേ? അരി ഉണ്ടായിരുന്നല്ലോ ഈ കയ്യൂഞ്ഞത്തിന്റെ. മീമി അവിടെ ഇരുന്നോട്ടെ, പാവം മീമി പേടിക്കും. മീമിക്ക് പാപ്പി കൊടുക്കണ്ടേന്നോ? കൊടുക്കാം, നാളെ കൊടുക്കാം കേട്ടോ. രണ്ടുപേരും കൂടെ വെപ്രോളം പിടിച്ചാട്ടോ ഓടുന്നത്. നാണയമ്മേ ആണോ? ആ വിച്ചു ചെരുപ്പ് എടുത്തു വെക്കാൻ മറന്നുപോയി. ഞാൻ 100 കാര്യങ്ങളല്ല ചെയ്യുന്നത്, നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചു വന്നതല്ലേ. അപ്പൊ ഒന്ന് താൻ മുടിപ്പിക്കുവോടോ? ഓ ഈ കമ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ. ഇത്രയും നേരം അഡോണിയും ആൻഡ്രനും ആൻഡ്രിയമോളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു അറ്റത്ത്. ഇപ്പോഴാണ് ഓരോന്നും പോയത്. അവരെവിടാണ്ട് പോയെന്ന് തോന്നുന്നുണ്ട്. അതാ അവരെല്ലാം കൂടെ പോയെന്ന് തോന്നുന്നുണ്ട്. ഇത്രയും നേരം കളിയായിരുന്നു ഇവര്. ഇപ്പൊ വന്നു കഴിഞ്ഞപ്പോ ആ പയറൊക്കെ പോയല്ലേ? ആണോ? കിളുത്തല്ലോ. കണ്ട് ഇവിടെയൊക്കെ എല്ലാം പെട്ടെന്ന് പിടിക്കും അമ്മേ. ഞാൻ കണ്ണൊന്നും വെച്ചിട്ടില്ല. എന്തിന്? നല്ല ടേസ്റ്റ് അല്ലേ, നമ്മുടെ സ്വഭാവം മാറുന്നു. നല്ല ടേസ്റ്റ് അല്ലേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ. കുഞ്ഞി ഇങ്ങ് പായോ. വിച്ചുവിനോട് എടുത്ത് വെക്കണേന്ന് ഞാൻ പറഞ്ഞ. ഞാൻ ഈ സമയത്ത് തിരക്ക് പിടിച്ച ഓട്ടോ അല്ലേ. അതിപ്പോ നാളെ നമുക്ക് മുമ്പ് മറ്റേ പോണത്തെ ഒരു ഷൂ അങ്ങ് മേടിക്കാം. മറ്റേ അന്ന് മേടിച്ച കൂട്ടേ അതുണ്ടാവും. അതാകുമ്പോ ഈ എപ്പോഴും ഊരുവാൻ തുറക്കൊന്നും ചെയ്യണ്ടല്ലോ. ഇത് പൂട്ടിയരിപ്പ് ഭയങ്കര പാടാ. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ഇട്ടിട്ടിരിക്കുന്നത്. അതറിയത്തില്ല, കാട്ടുകോഴിയുടെ സൗണ്ട്. കണ്ട് ബീൻസ് കയറി വരുന്ന കണ്ടോന്നൊക്കെ അമ്മ ചോദിക്കുന്നു കേട്ടോ. ആവൂല്ലേ? ഇനി 2 മാസം കഴിഞ്ഞിട്ട് കാണാന്നൊക്കെ പറഞ്ഞോണ്ട് പോയതാട്ടോ. പക്ഷെ സിറ്റുവേഷൻസ് അതങ്ങനെ പറഞ്ഞിട്ട് പോയാലേ വരേണ്ടി വരും. ഇല്ല വേണം. അത് കാക്കുച്ചുവിന് പനിയാട്ടോ. അതുകൊണ്ട് അവിടെ അറ്റത്ത് മൂല നിന്ന് 2 കൂടെ കാക്കുച്ചുവൊക്കെ ചേട്ടാ പനിയാ ചേട്ടായി. അതുകൊണ്ട് വരാതെ നിക്കുവാ. അതേന്നെ ഉവ്യവന് പനിയില്ലേ? പനിയില്ല കേട്ടോ ചേട്ടായിക്ക്. പനിയില്ലേ കാക്കുച്ചു? എന്താ ദൈവമേ മതി. കല്യാണി ഇവിടെ നോക്കിക്കാണേ. കല്യാണി ഇത്ര നേരം ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ വെള്ളടി ഇതുവരെ കഴിഞ്ഞില്ല അമ്മേ. എന്റെ ദൈവമേ, ഇതിനെ ഇവക്കെ അവനെ ഒന്ന് കാണാതിരുന്നിട്ട് കൊറേ സമയമായി. ചേട്ടാന്ന് വിളിക്കുന്ന മകളെ. പനിയാണാ പൊന്നാ? അവളീ ഒറ്റയ്ക്ക് ഇരുന്നിരുന്നേ. ഇന്നലെ ആശുപത്രി കൊണ്ടുവന്ന് വെച്ചേക്കുന്ന. അത് ഈ സ്കൂളിൽ പോകുന്നുണ്ടോ? സ്കൂളിൽ പോകുന്ന ഏതേലും ഒരു കുഞ്ഞിനുണ്ടാവും.
എന്റെ ദൈവമേ, അത് ഞാൻ എപ്പോഴും പറയാം ഓർക്കും, ഇവർക്ക് ഈ ആരോഗ്യക്കുറവായിരിക്കും, അതായിരിക്കും. ചില പറയാൻ പറ്റത്തില്ല. വെള്ളത്തിൽ കളി ആളുടെ അല്ല, അവളുടെ കാലിലും കൈയും ഒക്കെ കുഞ്ഞല്ലേ, അങ്ങനെ ഞാൻ വിചാരിക്കും ചിലത്. ദൈവമേ, ഇമ്മ്യൂണിറ്റി പവർ കുറവായോണ്ട് പെട്ടെന്ന് പിടിക്കും. അവള് വിളിച്ച് ചേട്ടാനെ കൊണ്ടുവന്നു കേട്ടോ. ചേട്ടാക്ക് പനിയൊക്കെ മാറിയെന്ന് പറഞ്ഞു കേട്ടോ. ഭയങ്കര സന്തോഷാണ് അവൾക്ക്. ആര്യനോടൊരു പ്രത്യേക സ്നേഹം, അതെന്താന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും കേട്ടോ. ആണോ, ഒരു പ്രത്യേകതര സ്നേഹം കേട്ടോ അവക്ക്. നിങ്ങൾക്ക് അങ്ങനെയായിരുന്നു. ശ്രീകുട്ടനും ഒറ്റക്കെട്ട്, പാറും അപ്പു ഒറ്റക്കെട്ട്, അങ്ങനെയായിരുന്നു. എന്നിട്ട് പാവം ശ്രുതിമോളെ ഒറ്റയാക്കും. ആണോ? അതെ, ശ്രീകുട്ടനും ഞാനും ചങ്കായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. അല്ല, അതെന്ന് വെച്ചാൽ നമ്മള് ഒരേ രക്തബന്ധമല്ലേ മേ, ഇവരങ്ങനല്ലല്ലോ. പക്ഷെ അവൾക്ക് ജാനിക്ക് വേറെ എല്ലാ കുട്ടികളോടും അവള് കളിക്കാറുണ്ട്. പക്ഷെ എന്നാലും കുറച്ചും കൂടെ ഒരു സ്നേഹം ചേട്ടനോട് ഭയങ്കര സ്നേഹം ഉണ്ടാവും, ഇല്ലേ? അവക്ക് അടങ്ങത്തുള്ളു കേട്ടോ. അവൻ അവിടുന്ന് എടുത്ത്, അതാ നിന്റെ വെയിറ്റ് അതിന് താങ്ങാൻ പറ്റുമോ? ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവളുമാര് 3 പേരോട് കൂടിയാലുവേ കുറച്ച് കഴിയുമ്പോ ഒരു അരമണിക്കൂർ വരെ ഭയങ്കര സ്നേഹപ്പെടാണ്ട് പിന്നെ 3 കൂടെ അവരൊന്നും അടിയാവും. ഇന്ന് വരെ ഞാനത് ഇപ്പോഴും ചിന്തിക്കും കേട്ടോ. ഉണ്ടാകും. പക്ഷെ അവനോട് അവളെ എന്നാ ചെയ്തെന്ന് പറഞ്ഞാലും അവക്കതൊരു വിഷയമേ അല്ല. കാഞ്ഞാണിന്ന് വിളിക്കൂ, അപ്പൊ കാഞ്ഞാണി കയറി വരും. അവന്റെ കയ്യെ പിടിച്ചു നോക്കി. അതെ, ഇറങ്ങിപ്പോയോ? ചേട്ടാനെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാട്ടോ അവർക്ക് സമാധാനമായി. അതിന്റെ കാക്കച്ചു വക്കിച്ചാണ് കേട്ടോ രണ്ടുപേരും കൂടെ. കക്കച്ചു അതിന് വയ്യ ജാനിനി, അതിനെ ഇട്ട് ഈ കോപ്രായം കാണിപ്പിക്കുന്നത്. പാപ്പു വന്നേ പോയി സോപ്പിട്ട് എല്ലാ സാധനം മേടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എപ്പഴാ വന്നേ? എപ്പഴാ വന്നേ? എപ്പഴാ വന്നേ പറ. ഇന്നമ്മേനടുത്ത് പോയി, അവിടുന്ന് രാവിലെ ഇങ്ങോട്ട് വന്നു. പിന്നെയോ ഇച്ചിരി വർത്താനൊക്കെ പറയാൻ പഠിച്ചിട്ടുണ്ടോ അംഗൻവാടി പോയതിന്? പാപ്പുവിന്റെ പല്ല് പറിച്ചതിന് വേന പോയെന്ന് ചോദിച്ചേ. ഈടെ നിന്നെ കൊണ്ടുവരാതെ അമ്മ വന്നപ്പോ പാപ്പു വഴക്ക് പറഞ്ഞു. അച്ഛൻ്റെ അടുത്തോട്ട് പോയി. ഒരു പാപ്പും മോളും സെറ്റാണ് കേട്ടോ. കഴിഞ്ഞല്ലേ, ആള് കഴിഞ്ഞു പോയി, സമയം കഴിഞ്ഞു പോയി അല്ലേ? അപ്പോൾ ആൾക്കാരൊക്കെ കഴിഞ്ഞു കേട്ടോ. ഒരു ചേട്ടനോട് വന്നിട്ടുണ്ട്, ആ ചേട്ടനോട് കൊടുക്കും കേട്ടോ. ആൾക്കാരെല്ലാം കഴിഞ്ഞു. ഞാൻ നമ്മുടെ ഈ ഡോക്ടറെയാണ് കണ്ടത്, നല്ലൊരു ഡോക്ടർ കേട്ടോ. നാളെ കാണണമെന്നല്ല പറഞ്ഞത്. ഇതാണ് നമ്മുടെ മെയിൻ ഡോക്ടർ, ഉഷാ ശശീന്ദ്രൻ. നമ്മുടെ മെയിൻ ഡോക്ടർ. ഗൈനക്കോളജിയാണോ? അയ്യോ, അതില്ല. എല്ലാവരും കിട്ടുന്നുണ്ടോന്ന്? ഗൈനക്ക്. ഓക്കെ. ഏത് ആശുപത്രിയിലെയാ? സ്മിത ഹോസ്പിറ്റൽ എന്തൊരു പറയാൻ പറ്റത്തില്ല, അത് പറയാൻ പറ്റത്തില്ല. എല്ലാണേലും അല്ല, എടുത്തിട്ടുണ്ട്, മുമ്പേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിയാറായി. ഇതേ ആ ഡോക്ടറാണ് കേട്ടോ, ഞാൻ കണ്ട ഡോക്ടർ. നല്ല ഡോക്ടർ കേട്ടോ.
പറഞ്ഞൊക്കെ തന്നു. ഇനിയിപ്പം തൊടുപുഴയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറഞ്ഞില്ലേ ഒന്നുകൂടെ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. മെമ്പർ മരിച്ചോടത്ത് വോട്ട് ഓടിയില്ല. ഇന്ന് മരിച്ചോടൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ മെമ്പർമാരും പ്രസിഡൻറ്റും ഒക്കെ പോയി. ആൾക്കാരൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത് ഇപ്പം 2 മണി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഇത്. അപ്പോൾ ലാസ്റ്റത്തെ ചേട്ടൻ ഇതാണ്. ഈ ചേട്ടൻ സമയം ക്ലോസ് ചെയ്ത് തന്നിട്ടും പിന്നെ നമ്മൾ വന്നതല്ലേ എന്ന് ഓർത്ത് അതിനും കൂടെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അസോസിയേഷൻ്റെ സെക്രട്ടറി കേട്ടോ. ഇതെന്നാ പാക്കറ്റ് കാണിക്കുന്നറിയോ, ആൾ ഒരു വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന് പോയിക്കുവായിരുന്നു. അപ്പം മലബാർ ഗോൾഡിൻ്റെ ഒരു കവർ അവിടെ വെച്ചിട്ടുണ്ട്. അതെല്ലാം മറ്റേ നമ്മുടെ ഈ ടാഗും കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങൾക്ക് തരാനുള്ള സമ്മാനമാണ്, നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ട് പോയതിനാണ് കേട്ടോ. ഇപ്പം വന്നതേ ഉള്ളൂ. വന്നപ്പം ഞങ്ങൾ ചോദിച്ചു, എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴാണോ വരുന്നതെന്നൊക്കെ ചോദിച്ചതിന് പറയാണ്, ഇവിടെ നടന്ന കാര്യം നല്ല പാവങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമല്ലേ, നമ്മൾ അസോസിയേഷൻ രൂപീകരിച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്ത ഒരു നല്ല പരിപാടിയല്ലേ. ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞത് കേട്ടോ. നമ്മൾ അസോസിയേഷൻ രൂപീകരിച്ചിട്ട് 2 മാസം ആണെന്നല്ലേ ഉള്ളൂ. അപ്പം നല്ല രീതിയിൽ ഇത്രയും വരെ നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റിയില്ലേ. CA ആണ് കേട്ടോ ആള്. അപ്പം കണ്ടോ നല്ല രീതിയിലായില്ലേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതെല്ലാം ഞങ്ങളോട് ഉഷജിയോടും എന്നോടൊക്കെ പറഞ്ഞു തരിക. അപ്പം ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ എടുത്ത് അത്തരത്തിന് ഒരുത്തം പറയുന്നുണ്ട്. ഉഷജിയുടെ തൊട്ടടുത്തത് നമ്മുടെ തമ്പിക്കുട്ടി ചേട്ടൻ ഇവിടെ തൊട്ടടുത്തുള്ള മോനാണ് കേട്ടോ. അപ്പം അവനൊക്കെ പറയാ എന്നെ കണ്ടേക്കണം വീഡിയോയ്ക്കകത്ത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇത് പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം അതൊക്കെയാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പേർക്ക് 230 വരെ അങ്ങനെ എങ്ങാണ്ടാന്ന് തോന്നുന്നു. ഇന്നലെ 230 തോന്നുന്നു കേട്ടോ. അത്രയാണെന്നും എനിക്ക് സംശയം. അപ്പം അത്രയും പേർക്ക് സൗജന്യമായിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എൻ്റെ ഫോട്ടോ വന്നേക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് ചിരിച്ചാണ് കേട്ടോ. മുറുക്കെ പറ, കേക്ക് ക്യാമറയ്ക്കകത്ത് കിട്ടത്തില്ല. എല്ലാം വിറ്റ് കേട്ടോ. രാവിലെ മുതൽ വീഡിയോ എടുക്കണ്ടേ, ഇത്രയും നേരമായിട്ട് വീഡിയോ എടുത്തില്ലേ എന്നൊക്കെ ചോദിച്ച് ഇതാകുന്നതാണ് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ ഈ നിങ്ങളുടെയൊക്കെ കൂടെ കൂടി കഴിയുമ്പോൾ. കാരണം നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും. നല്ല അടിപൊളിയായിരുന്നു. എന്നാണേലും അതിൻ്റെ ഒരു ഇച്ചിരി ഭാഗം കിടന്നത് ഞാൻ ഇടാഞ്ഞത് കൊണ്ട് ഇപ്പോൾ ഇട്ടതാണ്. ഡോക്ടർ ചോറുണ്ടോ കേട്ടോ. എനിക്ക് എന്നാ നടത്തില്ല, ഇപ്പോൾ ചെല്ലുന്നിടത്തൊക്കെ നമ്മുടെ അച്ചുക്കുട്ടനെ പോലെ തോന്നുന്നു. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ ഈ ഡോക്ടറെ ഞാൻ കേട്ടത്. നല്ലൊരു ഭയങ്കര നല്ല ഇടപെടലൊക്കെ അല്ലേ ചേച്ചി അല്ലേ, നല്ല ഇടപെടലും കാര്യങ്ങളും ഒക്കെ. അപ്പം ഞങ്ങൾ അതെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. ആ സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമ്മളെ ചെല്ലുമ്പോഴേ ഒരു നല്ലൊരു ചിരിയൊക്കെ പാസ്സാക്കി ചോദിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഡോക്ടേഴ്സും അതായിരുന്നു. എന്നാലും ഞാനങ്ങ് പറഞ്ഞു എടുത്തിട്ടുണ്ട്. അതെ നമ്മുടെ പ്രസിഡന്റ് അതെ ഫുഡ് കഴിച്ചിട്ട് പോവുക കേട്ടോ. അപ്പം എല്ലാ ഡോക്ടേഴ്സും ഇത്രയും സമയവും പറഞ്ഞ ചേച്ചി എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല സേവനങ്ങൾ ചെയ്തു. അതെ അപ്പം ലാസ്റ്റത്തെ ഒരു ഇതിലോട്ട് കിടന്നേക്കുവാണ് അല്ലേ, ഭക്ഷണം കഴിക്കുകയാണ്. അതെ കിട്ടി. അപ്പോൾ എല്ലാവരും കൂടെ കൂളായിട്ട് സംസാരിച്ച് ചിരിച്ച് തകർത്തടിച്ച് പൊളിച്ച് ഫുഡ് കഴിക്കണം കേട്ടോ. ഫുഡൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ സന്തോഷമായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്താൽ ഫുഡൊക്കെ കഴിക്കുന്നത് കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം അല്ലേ. അപ്പോൾ ലാസ്റ്റത്തെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. സ്പെഷ്യലിനെ ഇഷ്ടംപോലെ എടുത്തിട്ടുണ്ട്. ഒരു പരിചയമില്ലാത്ത മുഖമൊക്കെ കേട്ടോ. പ്ലേറ്റിലോട്ട് നോക്കിക്കേ. സാമ്പാറോ? ഞാൻ സാമ്പാർ എടുത്തില്ല. ഞാൻ മോര്, മീൻകറി, മെഴുക്ക് വരട്ടി, തോരൻ, അച്ചാർ. അപ്പം ലാസ്റ്റത്തെ വണ്ടി ഞങ്ങളാട്ടോ. എല്ലാവരെയും കഴിപ്പിച്ച് കൂട്ടിച്ച് പിറകി എല്ലാവരെയും ഒന്ന് കൊതിപ്പിച്ചേക്കാം. എനിക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. അപ്പം നമുക്കൊരു കുഞ്ഞു കഷ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കളറ് സ്വർണ്ണ കളറാവും സിന്ധുമേന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് വിനീഷയും ആ മോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കളറാവും, പഴുത്തിട്ട് നല്ല മണം വന്നു കഴിഞ്ഞാൽ വെട്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അമ്മൂനും കൊടുത്തു വിട്ടു. പക്ഷെ നമ്മൾ പച്ച വെട്ടി എല്ലാവരോടും തിന്നില്ലേ. പിന്നെ ഞാൻ അത്രയും പറഞ്ഞുകൊണ്ടൊരു കുഞ്ഞ് പീസ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ പോകുന്നതിന് മുമ്പ് പഴുത്തില്ല. പിന്നെ ഇപ്പം ഞാൻ ഇറങ്ങി വന്നിട്ട് വെട്ടിയതാണ് കേട്ടോ. വെട്ടിയിട്ട് ഒരു 5-8 നമ്മുടെ സതീശൻ ഞാൻ അവിടെ വഴി പണിയുന്നുണ്ട്. പാവം തന്നെ നിന്ന് കോൺക്രീറ്റ് ചെയ്യുകയാണ് കേട്ടോ. സ്കൂട്ടി കയറ്റിക്കൊണ്ട് പോകാൻ വീതിക്ക് പുള്ളിയുടെ വീടിൻ്റെ അവിടെ വരെ ഉള്ളത് ചെയ്യുവാണേ. അപ്പോൾ എനിക്ക് പാവം തോന്നി. അപ്പം ഞാൻ ഓർത്തു, ഞാൻ പറഞ്ഞു കേട്ടോ, ആരെങ്കിലും ഒരു വേള നിർത്തിക്കോ വേണമെങ്കിൽ ഞാൻ ഒരു ദിവസം ശമ്പളം കൊടുത്തേക്കാമെന്ന്. പക്ഷേ വേണ്ട, പറയാനൊരു മനസ്സ് തോന്നിയില്ല. വേണ്ട സിന്ധു, ഞാൻ തന്നെ ചെയ്ത് തീർത്തോളാം തോന്നുന്നു. അപ്പം ബാക്കി 2 പാക്കറ്റ് സിമീനുണ്ട്, അതിവിടെ എടുത്ത് വെക്കാൻ പോകുമെന്ന് ഇപ്പോൾ പറഞ്ഞു. അപ്പം ഞാൻ ഒരു 5-6 ചക്കച്ചോളയും പിന്നെ കഴിഞ്ഞ ദിവസം രാത്രി ഐസ്ക്രീം മേടിച്ചിട്ടൊന്നുമില്ല ചേട്ടായി. ഞാൻ തിന്നത്തില്ല, അത് ഓർമ്മയിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എടുത്തിപ്പൊക്കെ കൊടുത്തിട്ട് അത് പാവമല്ലേ, മുതു വെയിലല്ലേ, ഭയങ്കര വെയിലാട്ടോ. അപ്പോൾ കഴിക്കട്ടെ, നല്ല അകപ്പോഴും കേട്ടോ. പിള്ളേർ പറഞ്ഞ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, നല്ല മധുരവും
നല്ല ടേസ്റ്റ്, നല്ല നല്ല അടിപൊളി കേട്ടോ. പക്ഷേ ഇത് കുമ്പളം ഉണ്ടാക്കാനൊന്നും ഇല്ല, അത്രേ ഉള്ളൂ. തൊഴിലുറപ്പിനാണല്ലോ കൊണ്ട് കൊടുക്കാനും മാത്രമില്ല, എല്ലാവർക്കും കൊടുക്കാനുള്ളതില്ല. പിന്നെ ഞാൻ ഓർത്ത് വെച്ചേക്കാം, നാളെ ഇച്ചിരി രാവിലെ ചക്കപ്പുട്ടുണ്ടാക്കാം. എനിക്കത് ഇഷ്ടമാണ്. ചേട്ടായിക്ക് 2 ചോളം തിന്നാൻ കൊടുത്തിട്ടേ അങ്ങനെ ചെയ്യാൻ ഓർത്തുകൊണ്ട് ഇതേണ്ട വെച്ചേക്കുന്നു. നല്ലതാണ് കേട്ടോ, സൂപ്പറാണ്. പക്ഷേ കുരു 5-6 ഉള്ളായിരുന്നേ. അത് കുരു എല്ലാം ഇങ്ങനെ കിളുത്തിട്ടുണ്ട്. കിളുത്തതായതുകൊണ്ട് ഇനി അറിയാത്തില്ല മെഴുക്കുവരട്ടിയാൽ നല്ലതാണോന്നേ. എല്ലാം തന്നെ ഇങ്ങനെ കിളുത്തിട്ടുണ്ടോ. ചേട്ടായിക്ക് മെഴുക്കുവരട്ടൊന്ന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 10 കുരുവോളം ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ. അത് മതി ചേട്ടായിക്ക്. അത് മെഴുക്കും പറ്റി വെക്കാൻ വൈകിട്ട് വരുമ്പോൾ അല്ലേ, ഇല്ലാത്ത സമയമല്ലേ. ചക്കപ്പഴം നിന്ന് നിങ്ങളെ എല്ലാവരെയും കാണിച്ച് കുതിപ്പിക്കുക അല്ലേ. പുറത്തുള്ള പിള്ളേർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒന്നുകൂടി ഇതാവും. എൻ്റെ ദൈവമേ, എൻ്റെ ജ്യോതി ഇന്നലെ വിളിച്ചിട്ട് തന്നെ തിന്നോ ഞങ്ങൾ കണ്ടതൊക്കെ പറഞ്ഞു കേട്ടോ. നമ്മുടെ കൊട്ടാരക്കരയിലെ ജ്യോതി, വൈലറ്റ് ബ്ലോഗ്സ്. അപ്പം ഞാൻ പറഞ്ഞു നാട്ടിൽ വരുമ്പം എവിടെന്നേലും ഒപ്പിക്കാടി വെച്ചെന്നൊക്കെ പറഞ്ഞു. നാട്ടിൻപുറത്ത് ഇപ്പോൾ അവരുടെ അവിടെയൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ അവരങ്ങല്ലേ, പുറത്തല്ലേ, പറ്റത്തില്ലല്ലോ. അങ്ങനെ അപ്പോൾ എന്തായാലും ചക്കയൊക്കെ കഴിച്ചു. ഞാൻ വന്നിട്ട് 2 ദോശ ഉണ്ടാക്കി കഴിച്ചു. സാമ്പാർ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം പിള്ളേർ വന്നപ്പോൾ വെച്ചിട്ട് ആരും തൊട്ടിട്ടില്ല. ഇനി അത് കളയാൻ പറ്റുമോ? അതുകൊണ്ട് 2 ദോശ ഉണ്ടാക്കി സാമ്പാറും കൂടെ കഴിച്ചു. ഇനി കയറി പോകാൻ തുടങ്ങുവാണ്. അപ്പം ഞാൻ അന്നേരമാണ് ഇതും കൂടെ ഒന്ന് വെട്ടി വെച്ചിട്ട് പോയേക്കാന്ന് വിചാരിച്ചത്. അപ്പം വേണ്ടവരൊക്കെ 1-2 പീസ് എടുത്തോ. നല്ല സത്യം തന്നെ കേട്ടോ, നല്ല ഗോൾഡൻ കളർ ആകുമെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ആയി, നല്ല അടിപൊളിയായി, സൂപ്പറായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂട്ടത്തിലോ ബെൽ ബട്ടനോട് ഒന്ന് ഇടിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.